ഹനുമാൻ സ്വാമിയെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യവും സാധിക്കും. നമുക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് ഭഗവാനുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാറുണ്ട്. അനേകം ലക്ഷോപലക്ഷം ആൾക്കാരല്ലേ ഇവിടെ വന്നു പോണത്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ദേശം എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്ര സന്നിധിയിലാണ്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. പേര് പോലെ തന്നെ ശ്രീ ദത്താത്രേയനും ശ്രീ ആഞ്ജനേയ സ്വാമിയും തുല്യ പ്രാധാന്യത്തോടെ വാണരുളുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി വാണരുളുന്ന ത്രിമൂർത്തി സ്വരൂപനും പരശുരാമൻ്റെ ഗുരുവും ക്ഷിപ്രപ്രസാദിയുമായ ശ്രീ സിദ്ധിരാജ ദത്താത്രേയ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ചെറിയൊരു ശ്രീകോവിലിനകത്ത് ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നവഗ്രഹങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തറയിൽ നാഗദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രീ ദത്താത്രേയ സ്വാമിയുടെയും ഈ ഉപപ്രതിഷ്ഠകളുടെയും സാന്നിധ്യമുള്ള കേരളത്തിലെ ഏക ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് ഭാഗത്തായി ശ്രീ പാതാള പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രവും ഇവിടെയുണ്ട്. ഈ മനോഹരമായ പാതാള ക്ഷേത്രത്തിൽ വാണരുളുന്ന ശ്രീ ഹനുമാൻ സ്വാമി പഞ്ചമുഖ ഹനുമാനായിട്ടാണ് ഇവിടെ വാണരുളുന്നത്. ഈ പാതാള ക്ഷേത്രത്തിൽ വാണരുളുന്ന ആഞ്ജനേയൻ വാനര, നരസിംഹ, ഗരുഡ, വരാഹ, അശ്വ എന്നീ പഞ്ചമുഖങ്ങളോടും 10 കൈകളോടും കൂടി വിശേഷാൽ ആയുധങ്ങൾ ധരിച്ചു നിൽക്കുന്ന ക്രോധരൂപമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ പാതാള പഞ്ചമുഖ ആഞ്ജനേയ ദർശനം ശത്രുദോഷ നിവാരണത്തിന് ഏറെ ഉത്തമമാണ്. അതുമാത്രമല്ല, ശത്രുദോഷം, ബാധാദോഷം, സർവ്വരോഗ ദുരിതങ്ങൾ അകലുന്നതിനും ഉത്തമമാണ് ഈ പഞ്ചമുഖ ദർശനം. ഈ ദുരിതങ്ങൾക്കെല്ലാം പ്രതിവിധിയായി ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരു പ്രത്യേക വഴിപാടാണ് ഉപ്പും കുരുമുളകും സമർപ്പണം. ഇങ്ങനെ പഞ്ചമുഖത്തോടു കൂടി പാതാളത്തിൽ കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന മറ്റൊരു പ്രത്യേകത കൂടി ഈ ശ്രീദത്ത ആഞ്ജനേയ ക്ഷേത്രത്തിനുണ്ട്. ഇനി ഈ ക്ഷേത്രത്തിലെ ശ്രീ സിദ്ധരാജ ദത്താത്രേയ സ്വാമിയെക്കുറിച്ച് പറയാം. ഈ ദത്താത്രേയൻ ക്ഷിപ്രപ്രസാദി ആയതിനാൽ ദത്താത്രേയ സ്വാമിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും ആഗ്രഹങ്ങൾ ഉടൻ സാധ്യമാകും എന്നുള്ള പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. കൂടാതെ രോഗശാന്തിക്കും ഗ്രഹദോഷ നിവാരണത്തിനുമായി ശ്രീ ദത്താത്രേയന് തൈലാഭിഷേക വഴിപാട് സമർപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഈ തൈലാഭിഷേക വഴിപാട് അതിരാവിലെ 5:30 ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. കൂടാതെ എല്ലാ മാസത്തിലെയും പൗർണമി നാളിൽ രാവിലെ 11 മണിക്ക് ഈ ക്ഷേത്രത്തിൽ തൈലാഭിഷേകം നടത്തിവരുന്നു. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠയായിട്ടാണ് ശ്രീ ഹനുമാൻ സ്വാമി ഇവിടെ കുടിയിരിക്കുന്നതെങ്കിലും ആകാശം, ഭൂമി, പാതാളം എന്നീ ത്രിമൂർത്തി തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഹനുമാൻ സ്വാമി ഇവിടെ കുടിയിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഇനി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് വാണരുളുന്ന കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയെക്കുറിച്ച് പറയാം. ഈ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി ക്ഷേത്ര സന്നിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് 41 ദിവസം നാളികേരം കെട്ടൽ. ഈ വഴിപാട് ഏറെ വ്യത്യസ്തമായ ഒരു വഴിപാടാണ്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ടാണ് ഭക്തജനങ്ങൾ ഈ ആഞ്ജനേയ സ്വാമിക്ക് ഈ വഴിപാട് സമർപ്പിക്കുന്നത്. പൊതിക്കാത്ത ഒരു നാളികേരം എടുത്ത് ഉദ്ദിഷ്ടകാര്യം മനസ്സിൽ സങ്കല്പിച്ച് ആ നാളികേരം ആഞ്ജനേയ സ്വാമിയുടെ നടയിൽ സമർപ്പിക്കുക.
പിന്നീട് നടയിൽ നിന്നും പൂജിച്ച് കിട്ടിയ നാളികേരം എടുത്ത് ഈ ആഞ്ജനേയ സ്വാമി ശ്രീകോവിലിന് 3 പ്രദക്ഷിണം വയ്ക്കുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമ എന്ന് ജപിച്ച് ആ നാളികേരം കെട്ടുവാനായി ക്ഷേത്ര കൗണ്ടറിൽ ഏൽപ്പിക്കുക. വീണ്ടും ഈ ക്ഷേത്ര ശ്രീകോവിലിന് 38 പ്രദക്ഷിണം ചെയ്ത് ആ നാളികേരം കെട്ടുക. 41 ദിവസം കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിൽ തിരികെ എത്തി കെട്ടിയ നാളികേരം വാങ്ങി വ്രതം അവസാനിപ്പിക്കുക. ഈ വ്രത ദിവസങ്ങളിലെല്ലാം 41 ദിവസവും ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കേണ്ടതാണ്. ഈ വ്യത്യസ്തമായ നാളികേരം കെട്ടൽ വഴിപാട് നടത്തി ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യത്യസ്തമായ 41 ദിവസം നാളികേരം കെട്ടൽ വഴിപാട് സമർപ്പിച്ച് ഉദ്ദിഷ്ടകാര്യ സിദ്ധി നേടിയവർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിപാട് സമർപ്പിക്കുന്നതിനും ആഞ്ജനേയ സ്വാമിയെ ദർശനം ചെയ്യുന്നതിനുമായി നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന അവധൂത ദത്തപീഠത്തിൻ്റെ സ്ഥാപകനും യോഗിയും ശ്രീവിദ്യ ഉപാസകനും നാദബ്രഹ്മാവായ പരമപൂജ്യ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമീജി ഭാരതദേശം മറ്റുള്ള രാജ്യങ്ങളിൽ ദത്താത്രേയ സ്വാമിയുടെ പ്രതിഷ്ഠകൾ നടത്തി ദത്തസമ്പ്രദായം പ്രചാരം ചെയ്യുന്നു, ഭക്തി സമ്പ്രദായം പ്രചാരം ചെയ്യുന്നു. അതിലെ ഭാഗമായി കേരളത്തിൽ പൂർണാനദി തീരത്തിൽ ആലുവ എന്ന സ്ഥലത്താണ് ശ്രീ സിദ്ധരാജ ദത്താത്രേയ സ്വാമി എന്ന പേരിൽ ദത്താത്രേയ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത്. 1991 സ്വാമിജി ഈ ദത്താത്രേയരെ ഇവിടെ സ്ഥാപിച്ചത്. ദത്താത്രേയ സ്വാമിയോടൊപ്പം ഇവിടെ ഗണപതിയുമുണ്ട്, കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി വിളങ്ങുന്നുണ്ട്. ഈ ദത്ത ക്ഷേത്രത്തിൽ ദത്താത്രേയ സ്വാമിക്ക് വിശേഷമായ പൂജാവിധികൾ നിർവഹിക്കുന്നുണ്ട്. എല്ലാ മാസം പൗർണമി ദിവസത്തിൽ ശ്രീ ദത്താത്രേയ സ്വാമിക്ക് വിശേഷമായ തൈലാഭിഷേകം ഈ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. തൈലം കൊണ്ട് ഭക്തന്മാരുടെ മുഖത്തിൻ്റെ പ്രതിബിംബം ആ തൈലത്തിൽ നോക്കി ആ എണ്ണ കൊണ്ടാണ് സ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെയുള്ള വിശേഷമായ ഈ തൈലാഭിഷേകം കൊണ്ട് ശാരീരികമായ അസ്വസ്ഥതകൾ കുറയും, ബുദ്ധിമുട്ടുകളെല്ലാം മാറും, ദത്താത്രേയ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഈ തൈലാഭിഷേകത്തിനോടൊപ്പം ദത്താത്രേയ സ്വാമിയുടെ മൂലമന്ത്രം കൊണ്ട് നവഗ്രഹ മന്ത്രങ്ങൾ കൊണ്ട് വിശേഷമായ ദത്താത്രേയ ഹോമം നടത്തും. അതിനുശേഷം ഭക്തന്മാരെല്ലാവർക്കും ഈ പൗർണമി ദിവസം വിശേഷമായ അന്നദാനം കൂടി നടത്തി വരുന്നുണ്ട്. ഈ ദത്തക്ഷേത്രത്തിൽ പരമപൂജ്യ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമീജി പ്രതിഷ്ഠിച്ചിട്ടുള്ള മറ്റൊരു സവിശേഷതയാണ് ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി. ഈ ആഞ്ജനേയ സ്വാമിയെ കാര്യസിദ്ധി എന്ന പേരിൽ ഇവിടെ 1999 ഡിസംബർ മാസത്തിലാണ് പ്രതിഷ്ഠിച്ചത്. ആഞ്ജനേയ സ്വാമി ഭക്തന്മാരുടെ കാര്യങ്ങൾ സിദ്ധിയാക്കി തരുന്നത് കൊണ്ട് കാര്യസിദ്ധി എന്ന നാമത്തോടു കൂടി ഈ സ്വാമി വളരെ പ്രസിദ്ധനായി. ഈ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയുടെ സന്നിധിയിൽ ഒരു ഭക്തൻ വന്നു നാളികേരം സമർപ്പിച്ചിട്ട് 41 ദിവസം വ്രതദീക്ഷയോടു കൂടി സ്വാമിയെ പ്രാർത്ഥിച്ചാൽ അവരുടെ മനോഭീഷ്ടങ്ങളെല്ലാം പൂർണ്ണമാകും, ബുദ്ധിമുട്ടുകളെല്ലാം മാറും. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അവരുടെ ഇഷ്ടസിദ്ധികളെല്ലാം തന്നെ കൈവരും. അങ്ങനെയുള്ള സുലഭ പ്രസന്നനാണ് ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി. ഈ ദീക്ഷ ചെയ്യുന്നവർ എല്ലാ ദിവസം രാവിലെ വൈകുന്നേരവും കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയുടെ വിശേഷമായ മന്ത്രജപം ചെയ്തു സസ്യഭുക്കായി ആ സ്വാമിനെ പ്രാർത്ഥിക്കുക എന്നതാണ് ഈ ദീക്ഷയിൽ ഉള്ള ഒരു വിശേഷമായ നിയമങ്ങൾ. ഈ നിയമം പാലിച്ച് സ്വാമിയെ ഈ നാളികേരം സമർപ്പിച്ച് 41 ദിവസം ആരാധിക്കുന്നവർക്ക് തീർച്ചയായി കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയങ്ങളില്ല. ഈ ക്ഷേത്രത്തിൽ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിക്ക് വിശേഷമായ നാളികേര സമർപ്പണത്തോടൊപ്പം സ്വാമിക്ക് ചെയ്യുന്ന വിശേഷമായ പൂജകളിൽ ഒന്നാണ് ഈ സുഗന്ധ തൈലദീപം. ആഞ്ജനേയ സ്വാമിക്ക്
നാരദ പുരാണത്തിൽ പറയുന്നത് പോലെ വിശേഷമായ 5 സുഗന്ധ തൈലങ്ങൾ ചേർത്തിട്ടുള്ള തൈലമെടുത്ത് ചുവന്ന തിരികൾ 5 വെച്ച് ഒരു ചിരാതിൽ ഈ എണ്ണയും തിരി ചേർത്ത് ആഞ്ജനേയസ്വാമിയുടെ 5 മുഖങ്ങൾക്ക് പ്രതീകമായി ഈ 5 തിരികൾ കത്തിച്ച് പഞ്ചപ്രാണങ്ങളും പഞ്ചമുഖങ്ങളും ധ്യാനിക്കുക എന്നതാണ്. ഇങ്ങനെ സുഗന്ധ തൈലദീപം കത്തിച്ച് സ്വാമിയുടെ സന്നിധിയിൽ പ്രദക്ഷിണം ചെയ്തു മന്ത്രജപം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ആഞ്ജനേയ സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കും. നാളികേരം കെട്ടിയാൽ എങ്ങനെയാണോ സുഗന്ധ തൈലദീപം കത്തിക്കുന്നത് കൊണ്ടും കാര്യസിദ്ധി ഉണ്ടാകും എന്നതിന് ഒരുപാട് ഭക്തന്മാരുടെ അനുഭവങ്ങൾ കാണാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണുന്നത് കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി ഏകമുഖനായിട്ടാണ്. ഈ ഏകമുഖനായ ഹനുമാന്റെ പൂർണ്ണ രൂപമാണ് 5 മുഖങ്ങളും 10 കൈകളോട് കൂടിയ ഉഗ്രരൂപം. രാമായണത്തിൽ രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും പാതാളത്തിൽ കൊണ്ടുപോയ മഹിരാവണനെ ശ്രീ ആഞ്ജനേയസ്വാമി 5 മുഖങ്ങളും 10 കൈകളോട് കൂടിയ ഒരു വിശ്വരൂപം പ്രദർശിച്ച് പൂർണ്ണമായ ഉഗ്രസ്വരൂപത്തോടു കൂടി ആ മഹിരാവണനെ സംഹരിച്ച് രാമനെയും ലക്ഷ്മണനെയും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നു വിശേഷമായ ചില തന്ത്ര മന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്ന രഹസ്യങ്ങളാണ്. അങ്ങനെ ആഞ്ജനേയസ്വാമിയുടെ ഉപാസനാരൂപത്തിൽ ഒരു ഉഗ്രരൂപം കൂടി ഉണ്ട്. അതാണ് പഞ്ചമുഖ ആഞ്ജനേയസ്വാമി. ഈ ക്ഷേത്രത്തിൽ തെക്കുഭാഗത്തിൽ ഭൂമിക്ക് അടിയിൽ പാതാള പഞ്ചമുഖ ആഞ്ജനേയസ്വാമി ക്ഷേത്രം കൂടി ഇവിടെ ഉണ്ട്. ആ സ്വാമിയുടെ 5 മുഖങ്ങൾക്ക് വിശേഷമായ മന്ത്രങ്ങൾ കൊണ്ടു എല്ലാ മാസം ഹസ്തനക്ഷത്ര ദിവസം രാത്രി സമയത്തിൽ വിശേഷമായ മന്യുസൂക്ത മന്ത്രങ്ങൾ കൊണ്ട് പൂജ ചെയ്യുന്നുണ്ട്. ഈ മന്യുസൂക്ത മന്ത്രങ്ങൾ കൊണ്ട് ആഞ്ജനേയസ്വാമിക്ക് പൂജ ചെയ്യുമ്പോൾ ആരാധിക്കുമ്പോൾ ഭക്തന്മാരുടെ ശത്രുപീഡകൾ മാറും. ആഭിചാര കർമ്മങ്ങളെ കൊണ്ടുണ്ടാകിയിട്ടുള്ള എല്ലാ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്നും മോചനം ഉണ്ടാകും. ശാരീരിക രോഗങ്ങൾ മാറിക്കിട്ടും. ധൈര്യസ്ഥൈര്യം ലഭിക്കും. അങ്ങനെയുള്ള ഒരു വിശേഷമാണ് ഈ ക്ഷേത്രത്തിലുള്ള പാതാള പഞ്ചമുഖ ആഞ്ജനേയസ്വാമി. മാസത്തിൽ ഒരു ദിവസം വരുന്ന അത്തം നാളിൽ ചെയ്യുന്ന വിശേഷ പൂജയോടൊപ്പം എല്ലാ ദിവസം ഭക്തന്മാർക്ക് ഈ പാതാള പഞ്ചമുഖ ആഞ്ജനേയ സ്വാമിക്ക് ചെയ്യാവുന്ന ഒരു വിശേഷ പൂജ കൂടിയുണ്ട്. ഉപ്പും കുരുമുളകും ഒരു ആൾരൂപം ഇരുമ്പിൻ്റെ ഒരു കർഷണം കൂടി ചേർത്തിട്ടുള്ള ഈ ദ്രവ്യങ്ങളെല്ലാം അവരുടെ കയ്യിലെ പിടിച്ച് ആഞ്ജനേയ സ്വാമിയുടെ മന്ത്രം ജപിച്ച് അവരുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി, അതായത് ശാരീരികമായിട്ടുള്ള പീഡകൾ, ദുഃഖ രോഗ ശത്രു സംബന്ധമായിട്ടുള്ള പീഡകളെല്ലാം നമ്മുടെ ശരീരവും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതെല്ലാം തന്നെ നീക്കി ഇല്ലാതാക്കാൻ വേണ്ടി ശരീരശുദ്ധി വരുത്താൻ വേണ്ടി ആഞ്ജനേയ സ്വാമിയുടെ തെക്കുഭാഗത്തിലുള്ള നരസിംഹമുഖത്തിൻ്റെ മുമ്പിൽ നിന്ന് ആഞ്ജനേയ സ്വാമിനെ സ്മരിച്ച് പ്രാർത്ഥിച്ച് ശരീരം ആപാദമസ്തകം തല തുടങ്ങി പാദം വരെ ആ ദ്രവ്യം കയ്യിലെ പിടിച്ച് ഒളിഞ്ഞ ശേഷം ആ നരസിംഹമുഖത്തിൻ്റെ മുമ്പിലുള്ള പാത്രത്തിൽ അത് സമർപ്പിക്കുക. ഇങ്ങനെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന എല്ലാ ദോഷങ്ങളും കൊണ്ട് നമ്മുടെ ശരീരം ശുദ്ധമാകും. ആ നരസിംഹമുഖമുള്ള ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അവർ സ്വസ്ഥത നേടും. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ വിശേഷമായ പൂജാ വഴിപാടുകൾ. ഇനി ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രത്തിലെ മറ്റു ചില പ്രത്യേകതകൾ പറയാം. ഈ ക്ഷേത്രത്തിൽ രാവിലെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ ആയുർവേദം, അലോപ്പതി, ഹോമിയോ എന്നീ മെഡിക്കൽ ക്യാമ്പുകളും സൗജന്യമായ ഡോക്ടറുടെ സേവനവും നൽകി വരുന്നു. കൂടാതെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്താറില്ല എന്നുള്ള മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ഉത്സവങ്ങൾ നടത്താറില്ലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളേറെയാണ്. ശനി, ചൊവ്വ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. കൂടാതെ എല്ലാ മാസത്തിലെയും അത്തനാൾ, പൗർണമി നാൾ, ആയില്യനാൾ എന്നിവ ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. ഈ പൗർണമി നാളിൽ ഈ ക്ഷേത്രത്തിൽ പൗർണമി പൂജ നടത്തി വരുന്നു. കൂടാതെ ആയില്യനാളിൽ ആയില്യം പൂജയും അന്നേ ദിവസം സർപ്പത്തിന് 100 പാലും സമർപ്പണവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. ഈ വിശേഷങ്ങളിലെല്ലാം പങ്കെടുക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഞാൻ ആക്ച്വലി ബോംബെയിലാണ്. ഇപ്പോൾ ഇവിടെ നാട്ടിൽ എൻ്റെ ചേച്ചിയുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ ദത്താത്രേയ ക്ഷേത്രം കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ഒരു ഇതായിട്ടാണ് ചേച്ചി ഇന്നലെ സംസാരിച്ചപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ദത്താത്രേയ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞത്.
അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്നാ ഒന്ന് നേരത്തെ പോയിട്ട് തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നു. പിന്നെ ചേച്ചി അമ്പലത്തിൻ്റെ കുറേ വിശേഷങ്ങൾ പറഞ്ഞത്, ഇവിടുത്തെ പ്രത്യേക നാളികേരം കിട്ടുന്ന പൂജയും 41 ദിവസം വ്രതം എടുത്തിട്ട് പലർക്കും അങ്ങനെ ഇതായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇനി നെക്സ്റ്റ് ടൈം ഇപ്പം എന്താണെങ്കിലും എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകേണ്ട കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം എന്താണെങ്കിലും അത് ചെയ്യണം എന്നുള്ള മോഹമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് തൊഴുതു. ഇപ്പോൾ വളരെ എന്താ പറയുക, പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷവും കുറേ ഒരു മെഡിറ്റേഷനൊക്കെ പറ്റുന്ന ഒരു ഇതായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്താണെങ്കിലും ഇനി നെക്സ്റ്റ് ടൈം ഒരു 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് നാളികേരം കെട്ടുന്ന അതും ചെയ്യണം എന്നാണ് മനസ്സിലെ മോഹം. എനിക്ക് ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ പൊതുവേ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും കൂടെ നമുക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് ഭഗവാനുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാറുണ്ട്. എന്ത് വിചാരിച്ച് നമ്മൾ തേങ്ങ കെട്ടിയാലും ആ 41 ദിവസം നമ്മൾ ആ ഓം കാര്യ സിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലി പിന്നെ 41 പ്രദക്ഷിണവും വെച്ച് പോകുമ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ മകൻ്റെ ജോലിക്കാര്യം നടന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മാനസിക ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും എന്ത് വിചാരിച്ചാലും നടക്കാറുണ്ട്. പാതാള ഹനുമാൻ്റെ അവിടെ ഉപ്പും കുരുമുളകും കൂടെ അവിടുന്ന് മേടിച്ച് ശത്രുദോഷവും എല്ലാത്തിനും കൂടെ ആയിട്ട് പ്രദക്ഷിണം വെച്ച് നമ്മൾ ജപിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫലം കിട്ടാറുണ്ട് നമുക്ക്. ആൾക്കാർ പറഞ്ഞു കേട്ട് വരണതാണ്. അമ്മ ഫസ്റ്റ് ടൈം ആദ്യമേ വന്നു, ഇപ്പോൾ വന്നേക്കുന്ന സെക്കൻഡ് ടൈമാണ്. നാളികേരം കിട്ടിയിട്ടുണ്ടായിരുന്നു, കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് തന്നെ. കാമാണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഇനിയും വന്നെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം വിദേശത്തേക്ക് വിസയ്ക്ക് ശ്രമിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠനാവശ്യത്തിന് ഇഷ്ടം പോലെ കുട്ടികൾ, അത് പണ്ടൊക്കെ ഇവിടെ ബുക്ക് വയ്ക്കുമായിരുന്നു. ആ ബുക്കിൽ അവർ അനുഭവസ്ഥ എഴുതി, ആ ബുക്ക് നിറഞ്ഞ് പോയിട്ടുണ്ട്. അതിവിടെ ചോദിച്ചറിയാം. അപ്പോൾ അനുഭവമുള്ളവർ വന്നിട്ട് ജോലിക്ക് ശ്രമിച്ചിട്ട് ഈ 41 ഡേയ്സിന് ഉള്ളിൽ കിട്ടിയവരുണ്ട്, അല്ലെങ്കിൽ 41 ഡേയ്സ് കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് ഉള്ളിൽ കിട്ടിയവരുണ്ട്. അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ നിരന്തരം ആൾക്കാർ. ഞാൻ എപ്പോഴും വരുമ്പോൾ ഇവിടെ കാണുന്ന കാര്യം, ഇന്ന് കാണുന്ന ആളെ അല്ല നാളെ വെച്ചാൽ നിറയെ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഇന്ന സ്ഥലത്ത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഓൾ ഇന്ത്യ, പിന്നെ പുറം രാജ്യത്ത് അറിഞ്ഞിട്ട് വരുന്നവർ, അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ പ്രഗത്ഭരായ കുറേ വ്യക്തികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ടുണ്ട്, മീര ജാസ്മിൻ്റെ വകയാണ് ആ കവാടം. അങ്ങനെ പിന്നെയും ഇഷ്ടംപോലെ പറഞ്ഞാൽ എനിക്ക് തീരില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ, ജീവിതത്തിൽ പല വിധത്തിൽ നമുക്ക് സാധ്യമാകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടത്തി തരും ഭഗവാൻ. പഠിപ്പ്, ജോലി, വിവാഹ തടസ്സങ്ങൾ ഒക്കെ നടത്തി തരും. അനേകം ലക്ഷോപലക്ഷം ആൾക്കാരല്ലേ ഇവിടെ വന്നു പോണത്. ശ്രീ സിദ്ധ ആഞ്ജനേയ ക്ഷേത്രത്തിലെത്തി ശ്രീ സിദ്ധരാജ ദത്താത്രേയ സ്വാമിയുടെയും ശ്രീ ആഞ്ജനേയ സ്വാമിയുടെയും മറ്റ് ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്ര ദർശനം നടത്തുന്നതിനും ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ അനുഗ്രഹാശിസുകൾക്ക് പാത്രീഭൂതരാകുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി